ഇവിടെയൊന്നും ആൾക്കാരുണ്ടാവില്ല, ദൂരെ മാറി നിന്നിട്ട് നഖം കടിച്ച് നോക്കും ഇത് എപ്പോഴായിരിക്കും എടുക്കണം. പിള്ളേരുടെ പരിപാടി തുടങ്ങുമ്പോൾ വന്നിരിക്കും, പരിപാടി കാണും, പിള്ളേരുടെ പരിപാടി ചെയ്യുമ്പോൾ എണീറ്റ് പോകും. പക്ഷേ ഇന്ന് ഈ ചെയർ നിറച്ചിങ്ങനെ ആൾക്കാർ ഇരിക്കണമെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം പരിപാടിയാണെന്നുള്ള ധാരണ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ കമ്മിറ്റിക്കാർ എന്തിനു വേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതിന് 100% വിജയിച്ചു എന്നുള്ളതിനൊരു ഉത്തരവാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ സാംസ്കാരിക സമ്മേളനത്തിന്. അതൊത്തിരി സന്തോഷം. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നോട്ടീസിൽ ആദ്യമായിട്ട് എൻ്റെ ശരിക്കുള്ള പേര് എഴുതിയാൻ കാണണം സാജു എന്ന്. പക്ഷെ പറഞ്ഞു പിടിച്ചു വീണ്ടും പാഷാണം ഷാജിയായി. പാഷാണോ വിഷമൊന്നും അല്ലട്ട ജീവിതത്തിൽ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അമൃത, അത്രയും നല്ല മനുഷ്യനെ ഞാൻ. ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഷാജി എന്നറിയാം. വഴിയെ പോകുമ്പോൾ ഹലോ പാൽക്കാരൻ ഷാജി, ഹലോ പട്ടാളം ഷാജി. പ്രളയം വന്നപ്പോൾ പ്രളയം ഷാജിയായി. ഞാനും എൻ്റെ വൈഫും കൂടി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു വയ്യാതെ എൻ്റെ മുമ്പിൽ കൂടി ഒരു ചേട്ടനെ കൊണ്ടുപോവുക. ആ ചേട്ടൻ റിവേഴ്സ് വന്നിട്ട് ചോദിക്കുക പാതാളം ഷാജി അല്ലേ. അങ്ങനെ പാതാളത്തിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു പേര് കിട്ടിയത് കൊണ്ടാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പാഷാണം ഷാജി എന്നോ പാഷാണമെന്നോ പ്രളയമോ ഒന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ ആർക്കെങ്കിലും ചെക്ക് തരാൻ താല്പര്യമുണ്ട് അതിൽ പാഷാണം ഷാജി എന്ന് എഴുതരുത്, ബാങ്കിലെ പേര് വേറെയാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് അതിനകത്തും എഴുതി വെച്ചേക്കിയ പാഷാണം ഷാജി എന്ന്. ബാങ്കിൽ കൊണ്ടുവന്നപ്പോൾ ഞാനിത് നോക്കണത്. അങ്ങനെ കൊച്ചു കൊച്ചു ദോഷങ്ങൾ ഈ പേരുകൊണ്ടുണ്ട്, വലിയ വലിയ നേട്ടങ്ങളുമുണ്ട്. ഒത്തിരി സന്തോഷം. ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെയാണ് നാട്ടൊരുമ എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഈ മുമ്പിൽ കാണുന്ന ഈ ഒരുമയാണ്. നിങ്ങൾ ആ പേരിട്ടത് അന്വർത്ഥം കറക്റ്റായിട്ടുള്ള പേര് ഇട്ടേക്കണത്. ഇനിയും മുമ്പോട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഇതിലും ഗംഭീരമായി തെറ്റെന്ന് സർവേഷൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഒരു നല്ല കയ്യടി കൊടുക്കട്ടോ. നമ്മുടെ MLA ഇറങ്ങുവാണ്. കാരണം കയ്യടിക്കാൻ നമ്മൾ പിശുക്ക് കാണിക്കണ്ട. അമേരിക്കയിലൊക്കെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നു വരുന്നുണ്ട്. നന്നായിട്ട് കയ്യടിക്കുന്നവർക്ക് സൗന്ദര്യം വർദ്ധിക്കുമെന്നാണ് പറയണത്. ഇവിടെ എല്ലാവർക്കും നല്ല സൗന്ദര്യമുണ്ട്. എന്നാലും നമുക്ക് എത്ര കിട്ടിയാലും പോരാന്ന് പറയുന്നത് ഒന്ന് പണവും പിന്നെ സൗന്ദര്യവും. അപ്പോൾ ഇച്ചിരൂടെ വർദ്ധിച്ചോട്ടെ. നല്ലൊരു കയ്യടിച്ചു MLA ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നമ്മളിപ്പോൾ മക്കൾ കലാപരിപാടികൾ ഞാൻ വന്നപ്പോൾ ഡാൻസ് ചെയ്യണ കണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളെ അണിയിച്ചൊരുക്കി നമ്മൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എല്ലാത്തിനും നമ്മൾ ഒരുക്കി വിടുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്രയും അമ്മമാരും എല്ലാവരും ഉള്ളതുകൊണ്ട് പറയുക, നമ്മുടെ മക്കളെ കലാകാരനോ കലാകാരിയോ സ്പോർട്സ് താരോ എന്ത് വേണമെങ്കിലും ആക്കാം. പക്ഷേ പഠിപ്പുള്ള കലാകാരനാക്കണം, പഠിപ്പുള്ള കലാകാരിയാക്കണം, പഠിപ്പുള്ള സ്പോർട്സ് താരാക്കണം. പ്രൈമറി വിദ്യാഭ്യാസം, സെക്കൻഡറി ആയിരിക്കണം ബാക്കിയെല്ലാം. ഇല്ലാതെ നമ്മൾ പഠിപ്പില്ലാതെ കല കൊണ്ട് ഏത് ഉയരത്തിലെത്തിയാലും ചില സ്ഥലത്ത് നമ്മൾ പിന്നോട്ട് മാറി നിൽക്കേണ്ടി വരും, വിദ്യാഭ്യാസ കുറവുള്ളതുകൊണ്ട്. അതുകൊണ്ട് മക്കളെ നമ്മൾ എപ്പോഴും പഠിപ്പുള്ള കലാകാരനും പഠിപ്പുള്ള കലാകാരിയും പഠിപ്പുള്ള സ്പോർട്സ് ആരാക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. പഠിക്കാനല്ല, അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. റോഡ് ക്രോസ് ചെയ്ത എൻ്റെ സ്കൂളാണ്. പക്ഷേ എൻ്റെ ചേട്ടൻ ആ സ്കൂളിലെ കലാപ്രതിഭയാണ്. എല്ലാ വർഷവും കലാപ്രതിഭ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചേട്ടനെ കണ്ടാണ് ഞാൻ മിമിക്രി പഠിക്കുന്നത്. ചേട്ടൻ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ ഞാൻ ചേട്ടൻ്റെ ക്ലാസ്സിലേക്ക് ജയിച്ചിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പഴയ ക്ലാസ് ടീച്ചർ എനിക്ക് ക്ലാസ് ടീച്ചറായിട്ട് വന്ന് ഞാൻ അവിടെ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് ടീച്ചർ എന്നെ കണ്ടപ്പോൾ സുരേഷിൻ്റെ അനിയനല്ലേ ഫ്രണ്ടിൽ വന്നുകൊണ്ട് എന്നെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തി. എനിക്ക് അറ്റാക്ക് വരുമെന്ന് ആദ്യമായിട്ട് തോന്നിയത് അന്ന് ഫ്രണ്ട് ബെഞ്ചിലിരുന്നപ്പോൾ ആദ്യം ദുബായി പോയി ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ അന്നത്തെ കാലത്ത് പിള്ളേർ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന പിള്ളേർ താടി കൈ കൊടുത്തിട്ട് ടീച്ചർക്കിട്ട് ഇങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കിയാൽ പിന്നെ അവരോട് ചോദിക്കൂല, ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളാണെന്ന് പറയും. ഞാനും അതുപോലെ തന്നെ പിടിച്ചിരുന്ന് പരീക്ഷ വരെ എല്ലാം ഭംഗിയായിട്ട് പോയി. പരീക്ഷ ആയപ്പോഴത്തേക്ക് എല്ലാവരും നന്നായിട്ട് എഴുതുന്നത് ഞാൻ മാത്രം കബഡി വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് ഏറ്റവും നന്നായിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനുണ്ട്. അവനോട് പറഞ്ഞു എടാ പേപ്പർ കട ഞാൻ എഴുതിയിട്ട് തരാമെന്ന് പറഞ്ഞു. തരില്ല. ആ പാവത്തിനെ പറഞ്ഞു പറ്റിച്ച് അവൻ്റെ പേപ്പർ മേടിച്ച് നീറ്റായിട്ട് എഴുതിയിട്ട് അവൻ്റെ പേപ്പർ തിരിച്ചു കൊടുത്തപ്പോൾ ടീച്ചർ കണ്ട്. ടീച്ചർ പറഞ്ഞു സാജു പഠിച്ചെങ്കിൽ ആ കൊച്ചിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ആ പാവം അതിന് മാത്രം തോറ്റും പോയി. ഞാൻ അതിന് നല്ല മാർക്കിൽ ജയിക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴും ഞാൻ മിമിക്രി മോണോക്റ്റ് എന്ന് പറഞ്ഞ് നടക്കലല്ല കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലൊന്നും കയറൂലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ സ്ഥിരം കയറുന്നവർക്ക് ഒരു ആവറേജ് മാർക്ക് എനിക്ക് എല്ലാത്തിനും എയും. വീട്ടുകാർക്കൊക്കെ ഹാപ്പി. അവൻ എല്ലാത്തിനും എ ഉണ്ടെന്ന് തന്നെ. എല്ലാം ആബ്സെൻറ്റിൻ്റെ എയാണ്. ഒന്നും പരീക്ഷ എഴുതിയില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ പറഞ്ഞ മക്കളെ നമ്മളെപ്പോഴും പഠിപ്പുള്ള കലാകാരനും കലാകാരിയാക്കിയാൽ മതി. അല്ലാതെ കലാകാരി മാത്രം ആക്കണ്ട, കലാകാരന് മാത്രം ആക്കണ്ട. പിന്നെ നമ്മുടെ ഇത്രയും ഫാമിലി ഇവിടെ ഇരിക്കണോണ്ട് വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ വീട്ടിൽ ഒരു 15 മിനിറ്റ് അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി ഇന്ന് സംസാരിക്കുന്ന എത്ര വീടുണ്ട്? ഒന്ന് കൈപൊക്കാമോ? അതെന്താ 7.5 മിനിറ്റ് സംസാരിക്കുന്നവരാണ് പതിയെ കൈപൊക്കി വെക്കണത്. ഇത്രയും ആൾക്കാർ ഇരുന്നിട്ട് ഇത്രയും ആൾക്കാരാണ് കൈപൊക്കിയത്. ഞാനിത് ചോദിക്കാൻ കാരണം നമ്മുടെ വീടൊക്കെ ഇപ്പോൾ ലോഡ്ജ് സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
രാവിലെ 3 മുറിയിൽ നിന്ന് 3 പേര് എണീറ്റ് വരുന്നു. ഇന്നലെ കണ്ടില്ല, അവിടെ പോയി, ഞാൻ ലേറ്റായി പോയി, ഓക്കെ കുളിച്ചിട്ട് വരാം. നേരെ കുളിയും കഴിഞ്ഞ് വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും മിണ്ടൂല. കഴിച്ച് കഴിഞ്ഞ ഉടനെ അപ്പോൾ ഓക്കെ വൈകിട്ട് കാണാം, ഓക്കെ ഇങ്ങനെ പോകുന്നു. വൈകിട്ട് തിരിച്ചു വരുന്നു, ഹലോ എത്തിയാ, ഞാനിപ്പോൾ എത്തിയുള്ളൂ, കുളിച്ചിട്ട് വരാം. കുളിയും കഴിഞ്ഞ് നേരെ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഈ സിസ്റ്റത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയെ. നമ്മുടെ മക്കളും അച്ഛനും അമ്മയും കൂടി ഒന്നിച്ചിരുന്ന് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളിലുണ്ടാവുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരേതെങ്കിലും ഒരു വഴി തിരിഞ്ഞു പോയാൽ അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൽ നിന്ന് അവരെ തിരുത്താൻ പറ്റും. അതുകൊണ്ട് ഇനി നാളെ മുതലാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുക. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വേറൊരു സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഇതുപോലുള്ള പരിപാടികൾക്ക് ചെല്ലുമ്പോൾ 24-നും 25-നും അല്ലെ 18-നും 25-നും ഇടയ്ക്കുള്ള ഒരൊറ്റ കുട്ടികളെ കാണാറില്ല. പക്ഷെ ഞാനിവിടെ വന്ന സമയം തൊട്ട് കാണുന്ന ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പുറത്ത് ഞാൻ കണ്ടത്. അത് തന്നെ നമ്മുടെ പരിപാടിയുടെ വിജയമാണ്. നാളെ ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇതിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്തുക വളരെ നല്ല കാര്യം. പല സ്ഥലത്ത് പോയിട്ട് കാണാത്തൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞു ഇവിടെ കണ്ട കുട്ടികളെല്ലാവരെയും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കാനായിട്ട് കുട്ടികൾ റെഡിയായി നിൽപ്പുണ്ട്. അത് കുറേ പരിപാടികൾ അവതരിപ്പിക്കാനുണ്ട്. ഞാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പരിപാടിയുമായിട്ട് വന്നുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം, നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വേദിയിൽ കയറി പെർഫോം ചെയ്യണം. എന്നാൽ അത് 100% വിജയിക്കും. അതല്ലാതെ നമ്മൾ മേക്കപ്പ് ഇട്ടിരുന്നിട്ട് മുഷിഞ്ഞ് നശിച്ച് വന്നിരുന്ന പരിപാടി ചെയ്തിട്ട് അതൊരു 50% പോലും വിജയിക്കില്ല. കാരണം ഞാനൊരു സ്കൂളിൻ്റെ ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഞാൻ 4 മണിക്ക് ഫംഗ്ഷൻ കൊണ്ട് 3:30 അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂൾ മുറ്റം നിറയെ കുട്ടികളൊക്കെ മാനിൻ്റെ മുയലിൻ്റെ മയിലിൻ്റെ ഒക്കെ വേഷത്തിൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുക. ഒരു ഇത്രയുള്ള പഴശ്ശിരാജ വാളുമായിട്ട് എൻ്റെ മുമ്പിൽ കൂടി നടക്കുന്നത്. ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഉദ്ഘാടകൻ എത്തിയപ്പോഴത്തേക്ക് 4:30 പരിപാടി തുടങ്ങിയപ്പോൾ 5 മണിയായി. പരിപാടി തീർന്നപ്പോൾ 6:30 6:00 സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മയിൽ അമ്മയുടെ മടി തലവെച്ച് കിടന്നിക്കണം, മുയിൽ തൂണിൻ്റെ ഒട്ടി കിടന്നുറങ്ങണ, പഴശ്ശിരാജ വാളുമായിട്ട് അച്ഛൻ്റെ തോളത്ത് കിടന്നുറങ്ങണം, മൊത്തത്തിലൊരു ഉറക്കമയം. ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജിലൊരു ഡാൻസ്, സരസ്വതി താമരപ്പുറത്ത് ഇരിക്കുക. ഇങ്ങനെ 2 സെക്കൻഡ് കഴിയുമ്പോൾ സരസ്വതി ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടുന്ന് ഒരു മിസ്സവും തട്ട് കൊടുക്കുമ്പോൾ സരസ്വതി വീണ്ടും നേരെയാവും. 2 സെക്കൻഡ് കഴിയുമ്പോൾ സരസ്വതി ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് ഒരു മിസ്സവും തട്ട് കൊടുക്കുമ്പോൾ സരസ്വതി വീണ്ടും നേരെയാവും. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഡാൻസ് അല്ല നടന്നത്, 2 സരസ്വതിനെ 2 മിസ്സുമാരിട്ട് തട്ടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ആ അവസ്ഥ ഉണ്ടാവേണ്ട മേക്കപ്പ് ചെയ്ത് റെഡിയായി നിൽക്കുന്ന കുട്ടികളെല്ലാവരും എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യട്ടെ. അവരുടെ കഴിവുകൾ എന്തായാലും ഇപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സൊന്ന് വായിച്ചിട്ടൊരു കാര്യം പറയട്ടെ. ഈ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ മൈൻഡ് റീഡർ ഒരാളുടെ മനസ്സേ പറയുള്ളൂ. ഞാൻ ഇത്രയും ആൾക്കാരുടെ മനസ്സ് ഒറ്റയടിക്ക് പറയട്ടെ. ഇതെങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് മക്കളുടെ പരിപാടി കാണാതിരിക്കുകയല്ലേ? ആണോ? സത്യമാണെങ്കിൽ ഒന്ന് കൈയടിച്ചോ, ഞാനതാ പറഞ്ഞ. ഓക്കെ, സന്തോഷം. പിന്നെ നമ്മൾ ഈ സംസാരിച്ച് വന്നതിൽ എന്തെങ്കിലുമൊക്കെ വിഷമമുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഒരു വേദിയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഞാനൊരു പെരുമ്പാവൂർ ഒരു പരിപാടിക്ക് പോയി. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു ആംബുലൻസ് ഒരാൾ മേടിച്ചൊരു പഞ്ചായത്തിന് സംഭാവന ചെയ്യുക. അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിന് ചെന്ന് നിന്ന് എല്ലാവരും സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഒരു മെമ്പർ എണീറ്റ് നിന്നിട്ട് സംസാരിക്കുകയാണ്, നമ്മൾ ആംബുലൻസ് മേടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് നല്ല ഓട്ടം കൊടുക്കണമെന്ന്. അപ്പം ഞാൻ ഓർത്ത് എന്താ അസുഖം തന്നെ കാര്യം. ഞാൻ പറഞ്ഞ ചേട്ടാ അസുഖം തന്നെ എന്നാണ് പറഞ്ഞത്. അയ്യോ അതല്ല പറഞ്ഞത്, വേറെ പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുക്കണമെന്ന്. അപ്പം അത് നമ്മൾ ചെറിയൊരു വാക്കിൻ്റെ മിസ്റ്റേക്കാണ്. എന്തായാലും ഒത്തിരി സന്തോഷം നാട്ടൊരുമയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അത് ഇനിയും വരും വർഷങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുക്കാൻ നിങ്ങൾ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും വരും. കാരണം ഇതെനിക്കൊരു പുറത്തുപോയ പരിപാടിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ നാട്ടിൽ എൻ്റെ ഫാമിലിയോടൊപ്പം ഒരു പരിപാടി പങ്കെടുക്കുന്നൊരു ഇതാണ് എനിക്ക് വന്നേക്കുന്നത്. കാരണം ഞാനും ഒരു നാട്ടും പുറത്തുകാരനാണ്. ഒത്തിരി ആൾക്കാർ ഇതുമായിട്ടുമുള്ള സ്റ്റേജുകളും പരിപാടിയൊക്കെ ആയിട്ടാണ് ഞാനും എൻ്റെ കലാജീവിതം തുടങ്ങുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകണമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഈ 4 സീസൺ എന്ന് പറയുന്നത് ഇനിയൊരു 150 സീസൺ ആവട്ടെ എന്ന് സർവേശ്വരന് പ്രാർത്ഥിക്കുന്നു. ആ 150ാമത്തെ സീസണിലും എന്നെ തന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്. കാരണം എനിക്ക് അന്നും ചെറുപ്രായമായിരിക്കുള്ളൂ, ഞാൻ ഒരിക്കലും 150 വയസ്സിലേക്ക് എത്തൂല. അപ്പോൾ എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇനി പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഇവർ പറയണതേ അവർക്ക് മുതലാവൂല, ഞാൻ വർത്താനം പറഞ്ഞ പോയിട്ട് മുതലാവൂല എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞു. ഈ പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്കിറ്റ് കളിക്കുമ്പോൾ എൻ്റെ കൂടെ 3-4 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊന്നിച്ചാണ് ഞാൻ പ്രോഗ്രാം ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 2 ചേട്ടനല്ലേ ഏട്ടാ പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞല്ലേ,
ചേട്ടനാണ് പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോടും പറഞ്ഞു കുഴപ്പമില്ല, ഞാനിങ്ങനെ ഇത്രയും പേരുകൂടിയൊക്കെ ചെയ്യേണ്ടത് 2-3 ലക്ഷം രൂപയൊക്കെ ആവും പരിപാടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഞാൻ സ്പോൺസർ ചെയ്തോളാം, നിങ്ങളുടെ പരിപാടി തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി അടുത്ത വർഷത്തേക്കല്ലേ. നമുക്കിപ്പോൾ ഒരു 3-4 കുട്ടികൾ, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ ഒന്ന് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേട്ടനൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പരിപാടി ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് എണീറ്റ് വാ, ഓടിവാ ഓടിവാ. മോള് വന്നു വാ, കൈയടിച്ചു കൊടുത്തേ വരും. ഓടിവാ. സ്പീഡിൽ വാ, നല്ല ചെറിയ കുട്ടികളല്ലേ, സ്പീഡിൽ വാ, ഓടിവാ. പോന്നോളൂ 5, 6. അതെ ഇത് കണ്ട, അത് നിങ്ങൾ അന്ന് അനക്കി കൊടുത്ത ഇത് ആരെയും വന്നത് മലയാളി മങ്കേ. വാ ഇവിടെ വാ, ഫ്രണ്ടിൽ വാ. ഓക്കെ 8ൽ പഠിക്കണമെന്ന് തൊട്ടിന്ന് പറഞ്ഞപ്പോൾ 8 മാസമായതൊക്കെ വന്നിട്ടുണ്ട്. ഇതേ വാ, നില്ല് ഇവിടെ ഫ്രണ്ടിൽ വാ. ഓക്കെ, ഒരാളും കൂടി ഉണ്ടല്ലേ, വാ. ശരി, ഓക്കെ. ഇന്നിപ്പോൾ എന്തായാലും പ്രോഗ്രാം ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവരെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരും പേരൊന്ന് ചോദിക്കാം. പേരെന്താ മോളെ? അൻമിക, ആരാധ്യ, അനഘ, നിരഞ്ജന, അനന്യ, ശ്രീലക്ഷ്മി, രഞ്ജിനി. ഗ്രീൻ പീസാ? രഞ്ജിനി, അനന്യ, നിരഞ്ജന. ഇതെന്താണ് എല്ലാം ഒരേപോലത്തെ പേരും ആ കൂട്ടിയിട്ട് കുറേ ഉണ്ട്. അപ്പോൾ മക്കൾ TV-യിൽ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ എന്താ? ഒച്ച പറ. നന്നായി അല്ലേ, ഞാൻ ചുറ്റിപ്പോയേനെ. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ തുടങ്ങാം. അങ്കിളൊരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റാതെ പറയുമോ? എന്തായാലും നമുക്ക് മലയാളി മങ്കേ തന്നെ തുടങ്ങാം. മലയാളമല്ലേ, വാ. ഒരു വാക്ക് അങ്കിൾ പറഞ്ഞാൽ പറയുമോ തെറ്റാതെ? ഞാൻ വാക്ക് പറഞ്ഞില്ല. യെസ് ഓർ നോ? യെസ്, അത് തന്നെ. ഇതേ ശബ്ദത്തിൽ പറഞ്ഞോ കേട്ടാ. ഓക്കെ. വിക്രമൻ, വൃക്ക, വിക്രമന്റെ വൃക്ക. വായോ. വിക്രമന്റെ വൃക്ക. വിക്രമനെ വിക്കാന്നൊക്കെ പറഞ്ഞാട്ടാ. വിക്രമന്റെ വൃക്ക. ശരിയാണ്, കൈയടിച്ചു കൊടുത്തേ. ഇനി ഈ മലയാളി മങ്ക് പറഞ്ഞേ വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വൃക്ക. നിങ്ങൾ കൈയടിച്ചോ, പറഞ്ഞോളും കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് നല്ല ശബ്ദത്തിൽ പറഞ്ഞേ വിക്രമന്റെ വൃക്ക. ഒന്നോടെ പറ, വിക്രമന്റെ വൃക്ക. ഇനിയും ചോദിച്ചാൽ ഇതിന്റെ വൃക്ക പൊട്ടിപ്പോവും. വാ മക്കള് വാ, പറയാൻ എളുപ്പമല്ലേ? എത്രല്ല പഠിക്കണത്? 6ല്. ഇത് പറയാൻ എളുപ്പമല്ലേ? ആ പറയാ, വേറെ പറയാ. 10 തത്ത, ചത്തു, ചത്ത തത്ത, പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത പച്ച. സ്പീഡി പറ. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 ചത്ത ചത്തു. ഇപ്പൊ ഒരു 10-100 തത്തേനായിട്ട് കൊന്നിട്ടുണ്ട്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത. ഒന്നോടെ പറഞ്ഞ് കറക്റ്റ് ആവും. 10 തത്ത. അവസാനം പറഞ്ഞ് കൊച്ചിന്റെ ചുണ്ടും തത്തറ തുണ്ടുപോലെ ഇപ്പൊ. ഓക്കെ, മോളെ ഇതിലേതാ പറയാൻ എളുപ്പം? 10 തത്ത ചത്തു പറയാൻ എളുപ്പം അതാന്ന്. ഓക്കെ, പറഞ്ഞേ. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ചിരിക്കാതെ പറ, കറക്റ്റായിട്ട് കിട്ടും. എന്നാ പോട്ടെ, വിക്രമന്റെ വൃക്ക. ഒന്നര കറക്റ്റാ എന്ന് പറഞ്ഞേ. കറക്റ്റാണോ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന കുട്ടികൾ പറഞ്ഞ എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ് സൗന്ദര്യം കൂടും, നന്നായിട്ട് കൈയടിക്ക്. ബാ, ഇതിൽ പറയാൻ എളുപ്പം അതാ. വിക്രമന്റെ വൃക്കയെന്ന്, അത് ശബ്ദത്തിൽ പറയണം. വിക്രമന്റെ വൃക്ക. ഇതെന്താ ഇവർക്ക് എന്താ ഇത്ര നാണോ? നാണിക്കണ്ട. വിക്രമന്റെ വൃക്ക മലയാളം ഇഷ്ടം എന്ന് പറഞ്ഞല്ലേ. ഒന്നൂടെ പറ. ഇങ്ങനെയാണോ? നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്ക്. ഒന്നൂടെ ട്രൈ ചെയ്യാമോ? കൈകൊണ്ടിരുത്. മോളുവാ. ഇത് കണ്ട, കറക്റ്റായിട്ട് ഇതുപോലെ നിൽക്കണം.
ഇതിലേതാ പറയാൻ എളുപ്പം? വിക്രമന്റെ വൃക്ക. അത് പറയാൻ എളുപ്പം, അപ്പം അത് പറയണ്ട. ചമ്പക്കര. ചമ്പക്കര ചെമ്പക്കര തങ്കപ്പൻ. തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തമ്പ. ചമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തമ്പാക്ക. ചമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. ആ കറക്റ്റ് പറഞ്ഞേ. ചെമ്പക്കര. ഞാൻ പറഞ്ഞ ചമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര കറക്റ്റ് കറക്റ്റ്. ചെമ്പക്കര ചന്തപ്പൻ. ചന്തപ്പൻ. അങ്ങനെ ഒരിക്കലും ആ അപ്പനെ ചന്തമുള്ള അപ്പനാക്കി വിടാനായിട്ട് താല്പര്യം. എന്തായാലും വളരെ നന്നായിട്ട് പറഞ്ഞിട്ടാ. ഇനി ആരാ? വാ, ഓടി വാ, വാ, പറ. ഏതാ പറയാൻ എളുപ്പമുള്ളത്? 10 തത്ത ചത്തു ചത്ത തത്ത പച്ചയല്ലേ? ഓക്കെ. പിന്നെ ഏതാ? വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വിക്ക. വിക്രമനെ വിൽക്കാന്ന് ഇവരാരും പറഞ്ഞില്ല. ഇപ്പൊ മുമ്പിൽ അത് കച്ചവടമാക്കിയത്. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വിക്ക. അടിപൊളി അടിപൊളി എന്ന് അതും പറയാം. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വിക്ക. സൂപ്പർ. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വിക്ക. എവിടെ വിൽക്കാന്ന്? ഓക്കെ, വാ. ഏതാ പറയാൻ എളുപ്പം? ഏതാ? വീട്ടിൽ പോയിക്കോളാന്നാ? ഏതാ? ആ എന്തായാലും ഇദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് പറയൂ. ചമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തന്തപ്പൻ. ആ ഓക്കെ, അടിപൊളി. ചെമ്പക്കര തന്തപ്പൻ. ചെമ്പക്കര തന്തപ്പൻ. ചെമ്പക്കര തന്തപ്പൻ. ചെമ്പക്കര തന്തപ്പൻ. കണ്ട, ഇത്രേ ഉള്ളൂ. ഇത്രയും നേരം ഇരുന്ന ആള് അത് ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിന്ന് ചെയ്ത് കേട്ടാ. അടിപൊളി കേട്ടാ. ഇനി ആരാ പറയാനുള്ളത്? ആ പറഞ്ഞോ. ഏതാ? ചമ്പക്കര തങ്കപ്പനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അന്ന് അത് പറ. ചെമ്പക്കര തന്തപ്പൻ. പറ പറ, പെട്ടെന്ന് പറ, ചിരിക്കാതെ പറ. ചെമ്പക്കര ചങ്ങപ്പര ചന്തപ്പര. വാ, അടുത്താളോ നമ്മളോ? പെട്ടെന്ന് പറ കേട്ടാ. ഏതാ പറയാൻ പറ്റുന്നത്? ഈ സമയം കൊണ്ട് എനിക്ക് ചമ്പക്കര എത്തായിരുന്നു. ഏതാ പറയാൻ പറ്റുന്നത്? ആ വിക്രമന്റെ വൃക്ക. പറഞ്ഞു. വിക്രമന്റെ വൃക്ക. നിങ്ങളൊന്നല്ല കൈയടിച്ചു കൊടുക്കുക, അല്ലെ കൂവി കൊടുക്കുക. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വിക്രമന്റെ വൃക്ക. അയ്യേന്ന്. വിക്രമന്റെ വൃക്ക. വിക്രമന്റെ വൃക്ക. ആ ഓക്കെ. വിക്രമന്റെ വൃക്ക. ഓക്കെ. വിക്രമന്റെ വൃക്ക. ശരി, സൂപ്പർ. വാ, ഇനി ആരാ ഉള്ളത്? അയ്യോ, ഇതിലേതെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? എല്ലാവർക്കും ഒരു ആശംസ പറഞ്ഞേ. ഹലോ ഹലോ ഹലോ. ഇതിലേതെങ്കിലും മക്കൾക്ക് പറയാൻ പറ്റുമോ? അതിനൊന്നും അധികം വിലയില്ല, അത് ഒടിച്ചു കളയല്ലേ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. വിക്രമന്റെ വൃക്കാന്ന്. വിക്രമന്റെ വിക്ര. കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞില്ലേ? ആരെങ്കിലും പറയണ്ട? ബാ, ഇതിലേതാ പറയാൻ പറ്റണത്? ഒച്ചേ പറ. ചെമ്പക്കര തങ്കം. അത് കഴിഞ്ഞു. അത് ഓക്കെ, പഠിച്ചു. അത് കഴിഞ്ഞു. അടുത്തത് ഇപ്പൊ പറഞ്ഞ കറക്റ്റാ? അത് ഓക്കെയാ? ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കം. ഓക്കെ, സൂപ്പർ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും പറഞ്ഞില്ലേ? മക്കളെല്ലാവരും താഴ്ത്തോട്ട് ചെന്നോട്ടാ. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ പഠിച്ചു വെച്ചിട്ട് വന്നാട്ടാ. കുട്ടികൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചായിരുന്നു, ഞാനിവിടെ കിടന്ന് വട്ടം കറങ്ങിയേനെ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അവസരങ്ങളിൽ ഇനിയും നമുക്കെല്ലാവരും ഒത്തുകൂടാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാവട്ടെ. ഇനിയും മുമ്പോട്ടും ഇതിലും ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടത്താൻ കഴിയട്ടെ സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അടുത്തതായി പരിപാടിക്ക് ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യേട്ടനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.
വാർഡ് മെമ്പർ ശ്രീ നാരായണൻകുട്ടി, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച സൂരജ്, അതുപോലെ തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ പ്രേംകുമാർ, മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള സാജു നവോദയ, വേദിയിലുള്ള പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, നിങ്ങളേവരും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന കലാപരിപാടികൾക്ക് ഒരു തടസ്സമാകാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല. നാട്ടൊരുമ സീസൺ 4 എന്ന പേരിൽ നമ്മുടെ വേട്ടേക്കരയിലെ സുമാർ എല്ലാ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയാണ് ഈ 4 കൊല്ലക്കാലമായി ഇവിടെ നടന്നു വരുന്നത്. എനിക്ക് മുൻപ് പറഞ്ഞവരെല്ലാം സൂചിപ്പിച്ച പോലെ ജാതി മത ഭേദമന്യേ അതുപോലെ തന്നെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാവരുടെയും കൂട്ടായ്മ കൂടുതൽ കൂടുതൽ ശക്തിയോടുകൂടിയും കരുത്തോടുകൂടിയും എല്ലാ വർഷവും നടന്നു വരികയാണ്. കുട്ടികളുടെ കയ്യിലുള്ള അവരുടെ സ്വതസിദ്ധമായ നൈസർഗികമായ കലാവാസനയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഇതിൻ്റെ സംഘാടകരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വിവിധ വേദികളിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും അതെല്ലാം കണ്ട് ആസ്വദിക്കാനും ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കൾ അവരുടെ എല്ലാം പ്രശംസ പിടിച്ചു പറ്റത്തക്ക രൂപത്തിൽ ഈ നാട്ടൊരുമ സീസൺ 4 ഇന്ന് രാത്രി പര്യവസാനിക്കും. ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ നാടിനും നമ്മുടെ പ്രദേശത്തിനുമാകെ മാതൃകയാവട്ടെ. നിങ്ങളെല്ലാവരും ഇത് കാണാനും ആസ്വദിക്കാനുമുള്ള ഈ അവസരം ഉണ്ടാക്കി തന്ന നാട്ടൊരുമയുടെ സംഘാടകരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന പരിപാടികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ബ്രേക്കാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തു തന്നെ ആയാലും ഇതെല്ലാം വളരെ ഭംഗിയായി പരിപാടികളെല്ലാം പര്യവസാനിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുൻ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള കെ രാമചന്ദ്രൻ മാസ്റ്ററെ ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച് ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയ സിനിമാ കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനായ സാജു നവോദയ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA പ്രേമൻ, പ്രിയപ്പെട്ട വേട്ടേക്കര നിവാസികളെ, കലാസ്നേഹികളെ, നേരത്തെ സാജു ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അച്ഛനും അമ്മയും മക്കളും ഒരു 15 മിനിറ്റ് നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന